യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 23 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ദമ്മേശേക്കിനെ കുറിച്ചുള്ള അരുളപ്പാട്. ഹമാത്തും അർപ്പാദും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. കടൽ വരെ ദുഃഖം വ്യാപിച്ചിരിക്കുന്നു. അതിന് അടങ്ങിയിരിപ്പാൻ കഴിവില്ല. ദമ്മേശേക്ക് ക്ഷീണിച്ച് ഓടിപ്പോകുവാൻ തിരിയുന്നു. നടുക്കം അതിന് പിടിച്ചിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീക്കെന്ന പോലെ അതിന് അതിവ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു. കീർത്തിയുള്ള പട്ടണം എൻ്റെ ആനന്ദപുരം ഉപേക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് അതിലെ യൗവനക്കാർ അതിൻ്റെ വീഥികളിൽ വീഴുകയും സകല യോദ്ധാക്കളും അന്ന് നശിച്ചു പോകുകയും ചെയ്യുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദമ്മേശേക്കിൻ്റെ മതിലുകൾക്ക് തീ വയ്ക്കും. അത് ബെൻഹദദിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ജയിച്ചടക്കിയ കേദാരിനെയും ഹാസോർ രാജ്യങ്ങളെയും കുറിച്ചുള്ള അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ പുറപ്പെട്ട് കേദാരിൽ ചെന്ന് കിഴക്കരെ നശിപ്പിച്ചു കളവിൻ. അവരുടെ കൂടാരങ്ങളെയും ആട്ടിൻകൂട്ടങ്ങളെയും അവർ അപഹരിക്കും. അവരുടെ തിരശീലകളെയും സകല ഉപകരണങ്ങളെയും ഒട്ടകങ്ങളെയും അവർ കൊണ്ടുപോകും. സർവത്ര ഭീതി എന്ന് അവർ അവരോട് വിളിച്ചു പറയും. ഹാസോർ നിവാസികളെ, ഓടിപ്പോകുവിൻ, അതിദൂരത്ത് ചെന്ന് കുഴിയിൽ പാർത്തുകൊള്ളുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ നിങ്ങളെക്കുറിച്ച് ഒരു ആലോചന ആലോചിച്ച് ഒരു നിരൂപണം നിരൂപിച്ചിരിക്കുന്നു. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ തനിച്ചു പാർക്കുന്നവരും സ്വൈര്യവും നിർഭയവുമായി വസിക്കുന്നവരുമായ ജാതിയുടെ അടുക്കൽ പുറപ്പെട്ടു ചെല്ലുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ ഒട്ടകങ്ങൾ കവർച്ചയും അവരുടെ കന്നുകാലിക്കൂട്ടങ്ങൾ കൊള്ളയും ആയിത്തീരും. തലയുടെ അരികു വടിച്ചവരെ ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിന്നിച്ചു കളയുകയും നാലു പുറത്തു നിന്നും അവർക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹാസോർ കുറുനരികളുടെ പാർപ്പിടവും നിത്യശൂന്യവുമായിത്തീരും. ആരും അവിടെ പാർക്കയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയുമില്ല. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ ഏലാമിനെ കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഏലാമിന്റെ മുഖ്യബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ 4 ദിക്കിൽ നിന്നും 4 കാറ്റു വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിന്നിച്ചു കളയും. ഏലാമിന്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കേയില്ല. ഞാൻ ഏലാമ്യരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും. ഞാൻ അവർക്ക് അനർത്ഥം, എൻ്റെ ഉഗ്രകോപം തന്നെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിന്നാലെ വാളയച്ച് അവരെ മുടിച്ചു കളയും. ഞാൻ എൻ്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിന്റെ പ്രവാസം മാറ്റുമെന്ന് യഹോവയുടെ അരുളപ്പാട്.